ശ്രീകൃഷ്ണാരി മിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സൗദയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ശ്രീലകത്ത് ശ്രീ ഗുരുവായൂരപ്പൻ ശ്രീരാമചന്ദ്രനായിട്ടാണ് കേട്ടോ. അടുത്ത ആഴ്ച നമുക്ക് കർക്കിടക മാസം തുടങ്ങുകയാണ്, രാമായണ മാസം തുടങ്ങുകയാണ്. ഇന്നേ ഉണ്ണികൃഷ്ണൻ ശ്രീരാമനായി മാറിയിരിക്കുകയാണ്. ശ്രീരാമനായി നിൽക്കുന്ന നമ്മുടെ പൊന്നുണ്ണികൃഷ്ണന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദമനിശം പ്രതിഭാവയാമി, ഹരികൃഷ്ണപാദമനിശം പ്രതിഭാവയാമി. ഒരുപാട് കാലത്തിന് ശേഷം എല്ലാവരെയും കാണാൻ പറ്റി, വളരെ സന്തോഷമുണ്ട്. ബ്രേക്ക് എടുക്കില്ല എന്ന് പറയും തോറും എൻ്റെ ബ്രേക്ക് കൂട്ടി കൂട്ടി കൊണ്ടുവരികയാണ് നമ്മുടെ പൊന്നുണ്ണി കൃഷ്ണൻ അല്ലേ. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് തീരെ വയ്യാത്ത ഇരിക്കുക കാരണമാണ് എനിക്ക് ചെയ്യാൻ പറ്റാഞ്ഞത്. പല ആൾക്കാരും ഗ്രൂപ്പിലില്ല തോന്നുന്നു. എനിക്ക് ആ കമൻറ്റ് സെക്ഷൻ നോക്കുമ്പോൾ മനസ്സിലാവേണ്ട, ആരെങ്കിലും ഒന്ന് പറയൂ സാർക്ക് എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ലാസ്റ്റ് വീഡിയോൻ്റെ താഴെ. അപ്പോൾ ഞാൻ പനിയായിട്ട് കിടക്കുമായിരുന്നു. ഞാൻ മാത്രമല്ല, വൈറൽ ഫീവർ ആയിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിലെല്ലാവർക്കും പനിയായിരുന്നു. അപ്പോൾ ഒരാൾക്ക് കഴിഞ്ഞാൽ ഒരാൾക്ക് എന്നുള്ള രീതിയിൽ പനി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴും മനുവേട്ടൻ്റെ പൂർണ്ണമായിട്ടും ഓക്കെ ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ദിവസം വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത്. അതിൽ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. ഒപ്പം എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കിയ കുറേ കമൻസ്, മെസ്സേജസ് എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു. അത് വേറൊന്നുമല്ല, സവിതയുടെ ശബ്ദം മിസ് ചെയ്യുന്നു. വീട്ടിൽ മുഴുവൻ സവിതയുടെ ശബ്ദം എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് സവിതയുടെ ശബ്ദം കേൾക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വന്നിരുന്നു കേട്ടോ. ജോലികൾ ചെയ്യുന്ന സമയത്ത് അടുക്കളയിൽ സവിതയും കൂടെയാണ് ഞാൻ എല്ലാ ജോലികളും ചെയ്യാറ് എന്ന് പറഞ്ഞിട്ട് ഒരമ്മ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം. എല്ലാവരും നിങ്ങളുടെ വീട്ടിലെ ഒരംഗത്തിനെ പോലെ കണക്കാക്കുന്നു കഴിഞ്ഞ 2 വർഷമായിട്ട് എന്നെ എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എന്തൊക്കെയോ കുറേ പറയണമെന്നുണ്ട്. എന്തായാലും ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ എടുക്കുന്നതിന് പകരമായിട്ട് നമുക്ക് എന്തോന്ന് അമ്പലത്തിൽ പോയി തൊഴുതു വരാം. എത്രയോ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാനിന്ന് ഗുരുവായൂരപ്പനെ കണ്ണു നിറഞ്ഞൊന്ന് കണ്ടത്. കണ്ണും മനസ്സും ഒക്കെ നിറഞ്ഞ് സന്തോഷത്തോടു കൂടി ഗുരുവായൂരപ്പനെ ഇന്ന് കാണാൻ സാധിച്ചു. ഇത്രയൊക്കെ ദിവസം ഗ്യാപ്പ് വരുമ്പോൾ ഉണ്ടല്ലോ, മനസ്സ് വല്ലാതെ കൈവിട്ടു പോകട്ടോ. നമ്മുടെ ഉണ്ണികൃഷ്ണൻ നമ്മുടെ അടുത്ത് നിന്ന് അകന്നു പോയോ എന്നൊക്കെ തോന്നും. ഒന്നുമില്ല, നമ്മുടെ ഉണ്ണികൃഷ്ണൻ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. നമ്മളാണ് അകന്നിരിക്കുന്നത്, കണ്ടു തുറന്ന് നോക്കാത്തത്, ഉണ്ണിയുടെ കൈ പിടിക്കാത്തത്. എന്നാലും അങ്ങനെയൊക്കെ ഒരു തോന്നൽ വരുമ്പോൾ അല്ലാണ്ട് വിഷമോ. അപ്പോൾ ഇന്നാണ് അമ്പലത്തിലേക്ക് പോകാൻ പറ്റിയത്. അപ്പോൾ എനിക്ക് തോന്നി, ഇന്ന് തൊഴുന്ന സമയത്ത് മുഴുവൻ എനിക്ക് തോന്നിയത് നമുക്ക് എല്ലാവർക്കും കൂടെ തൊഴായിരുന്നു എന്നാണ്. ആദ്യം ഞാൻ വാട്സപ്പിൽ ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരുപാട് പേര് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇല്ല എപ്പോഴും. അങ്ങനെയുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് വാട്സപ്പിൽ ഇട്ടിട്ട് കാര്യം. അപ്പോൾ നമുക്കൊന്ന് പോയി തൊഴുതിട്ട് വരാം അല്ലേ. എന്ന് വേറെ ഒന്നുമില്ല, ഇന്നത്തെ എപ്പിസോഡ് നമുക്കൊന്ന് പോയി ഗുരുവായൂരപ്പനെ കണ്ണു നിറഞ്ഞ് കണ്ടിട്ട് വരാം. കഴിഞ്ഞ ദിവസത്തെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു മെസ്സേജ് അല്ല, ഒരു കമൻറ്റാണ്. നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ടായിരിക്കാം. ഒരുപക്ഷെ ലാസ്റ്റ് വീഡിയോൻ്റെ താഴെ വന്നിട്ടുള്ള ഒരു വലിയ കമൻറ്റ് ഉണ്ടായിരുന്നു. വരിയിൽ ഒരുപാട് നേരം നിന്നു, ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. വരിയിൽ നിൽക്കുന്നതിനെ കുറിച്ചല്ല ആ ഭക്തയുടെ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നത്. ഞാൻ ജെന്യുവിൻ ആയിട്ടുള്ള കംപ്ലൈൻ്റ് ആണ്, ഞാൻ മനസ്സിലാക്കുന്നുമുണ്ട്. എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്യാം കേട്ടോ. എന്നാൽ എന്താണ് കഴിയുക ചോദിച്ചാൽ, ഗുരുവായൂർ അമ്പലത്തിലെ ഒരു നിയമങ്ങളും മാറ്റാനുള്ള കെൽപ്പ് എനിക്കില്ല. അതിന് മാത്രം സ്വാധീനമോ ആൾപരിചയമോ ഒന്നും തന്നെ ഇല്ല. ഞാനും നിങ്ങളുടെ പോലെ ഒരു സാധാരണ ഭക്തയായിട്ട് പോയി കണ്ടു തൊഴുതു വരുന്നു, അത്രയേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നുമില്ല കേട്ടോ. പക്ഷെ 1-2 പേരെയൊക്കെ എനിക്ക് പരിചയമുണ്ട്. നമ്മൾ എല്ലാ ദിവസവും പോകുന്ന അമ്പലം എന്ന രീതിയിൽ. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞാലും ചെവി കൊണ്ടെങ്കിലും കേൾക്കാൻ തയ്യാറാവുന്ന കുറച്ച് പേരെങ്കിലും അമ്പലത്തിലുണ്ട്. അവരുടെ അടുത്ത് അവരുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്താം. ഇങ്ങനെ ചില കംപ്ലൈൻറ്റ്സ് പറയുന്നു, എന്തെങ്കിലും ചെയ്യാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ഞാൻ ചോദിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ അമ്പലത്തിലേക്ക് പോവാം. നമ്മൾ ഇന്ന് സാധാരണ ക്യൂ സംവിധാനം, ജനറൽ ക്യൂ സംവിധാനത്തിലൂടെയാണ് വരുന്നത്. എന്നാൽ ഒരുപാട് നേരമൊന്നും ക്യൂ നിൽക്കണ്ട കേട്ടോ. നേരെ നമ്മളിങ്ങനെ തുറന്നിട്ടിരിക്കുന്ന വരിയിൽ, ഇന്ന് ചൊവ്വാഴ്ച ദിവസമാണ്, ഇന്ന് തീരെ തിരക്കില്ല അമ്പലത്തിൽ, നല്ല സുഖമായിട്ട് തൊഴാം. അപ്പം അതേമാതിരി തന്നെയാണ് ഞാൻ ഇവിടെ പറയുന്നതും. ജനറൽ ക്യൂ സംവിധാനം തുറന്നിട്ടിരിക്കുകയാണ്, നമുക്ക് നേരെ പോകാം. എന്താ പറയുക, വലിയ തൃപ്പടി തൊട്ട് തലയിൽ വെച്ച് നേരെ ഒന്ന് ആ ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ ഒരു നെയ്ത്തിരി പ്രഭ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നിന്ന് ഇറങ്ങി ആ ഒരു കോണിയൊക്കെ കയറി ഫ്ലൈ ഓവറിൻ്റെ മുകളിലൂടെ കയറി ഇറങ്ങി നമ്മൾ സാധാരണ പോലെ
ഭഗവാന്റെ അടുത്തേക്ക് തിരുനടയിലേക്ക് വരികയാണ്. തിരുനടയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ആ വലിയ ബലിക്കല്ലിൻ്റെ അടുത്തേക്ക്, അതായത് നാലമ്പലത്തിനകത്തേക്ക് കടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് വലിയ ബലിക്കല്ലിൻ്റെ അവിടം വരെ എത്തുന്ന സമയത്ത് രണ്ട് വശത്തുമുള്ള ഉഗ്ര നരസിംഹമൂർത്തി രൂപത്തിനെ ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യും നമാമ്യഹം എന്ന് ചൊല്ലി നമസ്കരിച്ച് വീണ്ടും നമുക്ക് അകത്തേക്ക് കടക്കാം. അകത്തേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് ആ കേശവനാനയുടെ വലിയ രണ്ട് കൊമ്പുകൾ വെച്ചിരിക്കുന്നതും കൂടി ഒന്ന് കണ്ട് തൊഴുത കേശവനെ കൂടി അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വലത് കാലെടുത്ത് വെച്ചുകൊണ്ട് തന്നെ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാം. നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ കയ്യിൻ്റെ ഇടതുവശത്തായിട്ട് നാരായണീയം രചിക്കപ്പെട്ട സ്ഥലം കാണാം. അവിടെ ഒന്ന് തൊട്ട് തൊഴാം. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയെ അനുസ്മരിക്കാം. അതിനുശേഷം നമുക്ക് മുന്നോട്ട് നീങ്ങാം. മുന്നോട്ട് നീങ്ങുന്നതിന് മുൻപായിട്ട് നമുക്കിങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്, നമ്മുടെ മുമ്പിൽ ആരും ഇല്ല കേട്ടോ, ഉണ്ണികൃഷ്ണനും നമ്മളും മാത്രമാണ്. അപ്പോൾ ആ ഒരു ഇടനാഴിയിൽ നമുക്ക് അവിടെ ഒന്ന് നമസ്കരിക്കാം അല്ലേ. നമ്രാണാം സന്നിധത്തെ എന്ന് ചൊല്ലിക്കൊണ്ട് നമുക്ക് നമസ്കരിക്കാം. നമസ്കരിക്കുന്നവന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് അവനവനെ തന്നെ തരുന്ന ശ്രീ ഗുരുവായൂരപ്പന്റെ മുമ്പിൽ അതാ അനന്തകോടി നമസ്കാരം പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് നമസ്കരിക്കാം. പുരുഷന്മാരാണെങ്കിൽ ദീർഘദണ്ഡം നമസ്കരിച്ചോളൂ, സ്ത്രീകളാണെങ്കിൽ മുട്ടുകുത്തി നെറ്റി മുട്ടിച്ച് നമസ്കരിച്ചോളൂ. അതിനുശേഷം മണ്ഡപത്തിൻ്റെ അവിടെ എത്തുമ്പോൾ നമ്മുടെ കയ്യിൽ കരുതിയിട്ടില്ലേ ഒരു 4 താമരപ്പൂവ്, അതല്ലെങ്കിൽ ഒരു തുളസിക്കെട്ട്, അതുമല്ലെങ്കിൽ ഒരു മഞ്ഞപ്പട്ട്, അതുമല്ലെങ്കിൽ ഒരു മയിൽപ്പീലിയോ, അല്ലെങ്കിൽ നടയിൽ നിന്ന് കിട്ടുന്ന മഞ്ചാടി മണികളോ, അതും അല്ലെങ്കിൽ ഒരു ഓടക്കുഴലോ, എന്താ നിങ്ങളുടെ കയ്യിൽ കരുതിയതെങ്കിൽ ആ മണ്ഡപത്തിൽ സമർപ്പിച്ചോളൂ. ഒപ്പം കയ്യിൽ പിടിച്ചിട്ടുള്ള ഒരു വിളക്ക്, നെയ്യ്, ഒരു തിരി അതിട്ട് കത്തിച്ചുകൊണ്ട് ആ നെയ്വിളക്കിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഉണ്ണി കൃഷ്ണ ഞാനിതാ വന്നിട്ടുണ്ട് കേട്ടോ, എന്നെ അങ്ങൊന്ന് കാണണേ എന്നൊന്ന് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. കണ്ണും മനസ്സും നിറഞ്ഞുകൊണ്ട് ശ്രീ ഗുരുവായൂരപ്പനെ കണ്ടോളൂ. ഉണ്ണിയാണെങ്കിലോ ശ്രീലകത്ത് മഞ്ഞ പട്ടുടുത്തിട്ടുണ്ട്. മുട്ട് കഴിഞ്ഞ ഒരു ഇഞ്ചിറക്കം മാത്രമേ ഉള്ളൂ ആ പട്ടിന്. കാലിൽ കാൽത്തളകൾ ഇട്ടിട്ടുണ്ട്, അരയിൽ അരഞ്ഞാണം കെട്ടിയിട്ടുണ്ട്. അതുമാതിരി തന്നെ കഴുത്തിൽ നിറയെ ആഭരണങ്ങൾ ചാർത്തിയിട്ടുണ്ട് കേട്ടോ. 1 2 3 4 എന്ന് എണ്ണാൻ പാകത്തിന് നിറഞ്ഞ ആ മാലകളുടെ നടുവിലായിട്ട് ഭഗവാന്റെ ആ ഒരു ഗോപീ തിലകം കൊണ്ടിങ്ങനെ തിളങ്ങുന്നുമുണ്ട് കേട്ടോ. അത് മാത്രമല്ല വനമാലയായിട്ട് ഇരുവശത്ത് ആ വെള്ളപ്പൂക്കൾ കൊണ്ടും തെച്ചിപ്പൂക്കൾ കൊണ്ടും തുളസിപ്പൂക്കൾ കൊണ്ടും ഒക്കെ ഉണ്ടമാല, തടിച്ച 2 മാലകൾ ഇരുവശത്തുമായിട്ടുണ്ട്. ഭഗവാന്റെ വലത്തെ കയ്യിൽ ആ വില്ല് പിടിച്ചിട്ടുണ്ട്, ഇടത്തെ കയ്യിൽ അമ്പ് പിടിച്ചിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റ് ആണോ ചോദിച്ചാൽ എനിക്കറിയില്ല. എന്തായാലും ഭഗവാന്റെ കൈകളിൽ അമ്പും വില്ലുമാണ് നമുക്ക് കാണാൻ സാധിക്കുക. ശ്രീരാമസ്വാമിയായിട്ട് ഇന്നേ വേഷം കെട്ടിയിരിക്കുകയാണോ ഉണ്ണികൃഷ്ണ, എന്നിട്ട് എൻ്റെ തലയിൽ മയിൽപ്പീലി മാറ്റിയില്ല എന്ന് ചോദിക്കാൻ തോന്നൂല്ലേ. എന്തായാലും ഉണ്ണികൃഷ്ണ രാമ 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 എന്ന് ചൊല്ലിക്കൊണ്ട് നമുക്ക് ആ കുളത്തിൻ്റെ കിണറ്റിൻ്റെ സൈഡിലൂടെ, അതായത് മണിക്കിണറിൻ്റെ വശത്തു കൂടെ ആയിട്ട് മുന്നിലേക്ക് സോപാനപ്പടിയുടെ അടുത്തേക്ക് പോവാട്ടോ. സോപാനം തൊഴിൽ ഉണ്ട്, നമുക്ക് സങ്കല്പത്തിൽ സോപാനം തൊഴാം. ശ്രീലകത്തിൻ്റെ മുമ്പിൽ എത്ര നേരം വേണമെങ്കിലും നിൽക്കാലോ. അപ്പം നമുക്ക് നേരെ പോയിട്ട് സോപാനപ്പടിയുടെ അടുത്ത് പോയി നിന്നിട്ട് നമ്മുടെ ഉണ്ണികൃഷ്ണനെ കാണാം. ഇപ്പം നമുക്കുണ്ടല്ലോ ഉണ്ണിയുടെ പാദം കുറച്ചുകൂടി ഭംഗിയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. താമരപ്പൂക്കളും തെച്ചിപ്പൂക്കളും തുളസിപ്പൂക്കളും ഒക്കെ ആ പാദത്തിൽ കിടക്കുന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ ഉണ്ണികൃഷ്ണന്റെ പാദം വളരെ മനോഹരമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല കേട്ടോ, പാദം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് എന്താണെന്നറിയോ, അദ്ദേഹത്തിൻ്റെ പുഞ്ചിരിയാണ്. ആ ചിരിയിൽ അലിഞ്ഞു പോകാത്ത ഒരു പ്രശ്നവും നമുക്ക് ആർക്കും തന്നെ ഇല്ല അല്ലേ. നമ്മുടെ ഉണ്ണികൃഷ്ണന്റെ ആ പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന ഭാവം കണ്ടാൽ ഉണ്ണികൃഷ്ണ ഇനി അധികം വൈകാതെ എന്നെ ഒന്നുകൂടി തൊഴിയിക്കണേ എന്ന് മാത്രം പ്രാർത്ഥിക്കാനേ നമുക്ക് സാധിക്കുള്ളൂ. വേറെ എന്ത് പ്രാരബ്ധം ഉണ്ടെങ്കിലും അതൊക്കെ നമ്മൾ മറന്നുപോകും. ഉണ്ണികൃഷ്ണ ഇതുപോലൊരു സൗഭാഗ്യം ഇനി എന്നാണ് എനിക്ക് തരിക, ഇനി അടുത്തടുത്ത് വരുന്ന ദിവസങ്ങളിലൊക്കെ തരണേ ഉണ്ണികൃഷ്ണ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് മുന്നോട്ട് നടക്കാം. മുന്നോട്ട് പോകാനൊന്നും തോന്നുന്നില്ല അല്ലേ, അവിടെ തന്നെ നിന്ന് കാണാനല്ലേ തോന്നുക. എന്തായാലും മുന്നോട്ട് ഒരു
ഒരു 2 അടി നടന്നു കഴിഞ്ഞാൽ ആ ശ്രീലകത്തിന്റെ ചുമരിലേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാം ആലില കൃഷ്ണൻ കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമുക്ക് പ്രദക്ഷിണമായി പോവാം. സപ്തമാതൃക്കളുടെ അവിടെ നിന്ന് ആ ശ്രീലകത്തിന്റെ ചുമരിലേക്ക് നോക്കിയാൽ അയ്യപ്പ സ്വാമിയെ കാണാം. സ്വാമി ശരണമയ്യപ്പ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ട് ഗണപതി തമ്പുരാനെ തൊഴാം. ഉണ്ണി ഗണപതി കുലുങ്ങി കുലുങ്ങി കുംഭ കുലുങ്ങുമാറ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ ഓരോരുത്തരെയും വരവേൽക്കാനായിട്ട്. ഉണ്ണി ഗണപതിക്ക് മുമ്പിൽ അനേകം തവണ ഏത്തമിട്ടതിന് ശേഷം നമ്മളൊന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കൂ. ഉണ്ണി ഗണപതിക്ക് അഭിമുഖമായി സരസ്വതി ദേവി ഉണ്ട്. വിദ്യാദേവി വാണീദേവിയെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും പ്രദക്ഷിണം വയ്ക്കാം. പ്രദക്ഷിണം വയ്ക്കുമ്പോൾ നമ്മൾ ഗണപതിയുടെ നേരെ പുറകുവശത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് മത്സ്യാവതാരമൂർത്തിയെ, കൂർമാവതാരമൂർത്തിയെ, വരാഹ അവതാരമൂർത്തിയെ കാണാൻ സാധിക്കും. വരാഹ അവതാരമൂർത്തിയുടെ ഒരു വശത്തായിട്ട് സൈഡിലായിട്ട് നമുക്ക് കുറൂരമ്മ കലത്തിലിട്ട് അടച്ചു വെച്ചിരിക്കുന്ന ഉണ്ണികൃഷ്ണനെ കാണാം. കലം ഇങ്ങനെ ഉയർത്തി നോക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ മുട്ടുമ്മൽ ഇങ്ങനെ നിന്ന് നമ്മളെ നോക്കുന്ന ആ ഒരു ഉണ്ണികൃഷ്ണനെ തൊഴാം. അതിനുശേഷം നരസിംഹാവതാരം, പിന്നെ നമ്മൾ വാമന അവതാരം ഒക്കെ കണ്ട് അതിനുശേഷം വൈകുണ്ഠനാരായണനെ കാണാൻ സാധിക്കും. നമുക്ക് ഈ വൈകുണ്ഠനാരായണന്റെ ഇരുവശത്തെ തൂണുകളിൽ ഗജേന്ദ്രമോക്ഷമാണ് ആലേഖനം ചെയ്തിരിക്കുന്നത് കേട്ടോ. ഒരു വശത്ത് ഗജേന്ദ്രൻ ഇങ്ങനെ തുമ്പിക്കൈ ഉയർത്തി താമരപ്പൂ സമർപ്പിക്കുന്നതും മറ്റേ വശത്തെ തൂണിൽ ഗരുഡാരൂഢനായിട്ടുള്ള മഹാവിഷ്ണുവിനെയും കാണാൻ സാധിക്കും. എന്തായാലും അത് തൊഴുതതിന് ശേഷം വൈകുണ്ഠനാരായണമൂർത്തിയെ നാരായണായേതി സമർപ്പയാമി, നിത്യം സർവം നാരായണായേതി സമർപ്പയാമി എന്ന് പറഞ്ഞു തൊഴാം. എല്ലാം ഞാൻ എൻ്റെ ഗുരുവായൂരപ്പനിൽ സമർപ്പിക്കുന്നു, എനിക്ക് വേറെ ആരും ആശ്രയമായിട്ടില്ല. നാരായണ സമസ്താപരാധം ക്ഷമസ്വ അഖിലേശ എന്നുകൂടി പറയാട്ടോ. എൻ്റെ സർവ്വ അപരാധങ്ങളും അങ്ങ് ക്ഷമിക്കണേ, പൊറുക്കണേ മഹാപ്രഭോ എന്ന് പറഞ്ഞ് അവിടെ നമസ്കരിച്ചോളൂ. നമസ്കരിച്ച് ഇങ്ങോട്ട് തലയുയർത്തുമ്പോൾ അവിടെ വലിയൊരു ചിത്രം കാണാം. ആ ചിത്രം ശ്രീശുഖ ബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിന് ഭാഗവതം പറഞ്ഞു കൊടുക്കുന്ന, ഉപദേശിച്ചു കൊടുക്കുന്ന ആ ഒരു ചിത്രമാണ്. അപൂർവങ്ങളിൽ അപൂർവമായ ആ ചിത്രവും കൂടി കണ്ടു തൊഴാം. ഇനി നമുക്ക് ശ്രീലകത്തിന്റെ ചുമരിന്റെ നേരെ പുറകുവശത്ത് ഉഗ്രരൂപിയായ നരസിംഹമൂർത്തിയുണ്ട്. അവിടെ ഒന്ന് തൊഴുത് നമസ്കരിക്കണം. അതിനുശേഷം വീണ്ടും നമ്മൾ ഈ ദശാവതാര തൂണുകൾ വീണ്ടും പരശുരാമനും ശ്രീരാമനും ബലരാമനും ശ്രീകൃഷ്ണനും അവിടെ എത്തും. ആ ശ്രീകൃഷ്ണന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ കയ്യിൽ കരുതിയിരിക്കുന്ന മിഠായി കൊണ്ടുണ്ടാക്കിയ ഒരു മാല, അതും അല്ലെങ്കിൽ നാമം കൊണ്ട് എഴുതിയ ഒരു മാല, അതും അല്ലെങ്കിൽ ഒരു തുളസി മാല, എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അതുകൊണ്ടുള്ള മാല ആ ഉണ്ണികൃഷ്ണന്റെ കഴുത്തിൽ നമ്മുടെ കൈ കൊണ്ട് സമർപ്പിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. പണ്ട് ആ മഞ്ജുള വാരസ്യാരുടെ മാല അങ്ങ് സ്വീകരിച്ചില്ലേ, അതേമാതിരി ഈ ഉള്ളവളുടെ മാലയും അങ്ങ് സ്വീകരിക്കണേ ശ്രീ ഗുരുവായൂരപ്പ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ കഴുത്തിൽ ആ മാല അണിയിച്ചോളൂ, തൊഴുതോളൂ, നമസ്കരിച്ചോളൂ. അതിൻ്റെ അടുത്ത തൂണിലെത്തുമ്പോൾ കൽക്കി അവതാരം കാണാം. അതിനുശേഷം ഏറ്റവും അറ്റത്തായിട്ട് സുബ്രഹ്മണ്യ സ്വാമിയെ കാണാൻ സാധിക്കും. ഭസ്മധാരിയായിട്ടുള്ള സുബ്രഹ്മണ്യ സ്വാമി, അദ്ദേഹത്തിൻ്റെ നിറ സാന്നിധ്യം ഉണ്ട് അവിടെ. അദ്ദേഹത്തിനോട് ഹരഹരോ ഹരഹര എന്ന് പറഞ്ഞുകൊണ്ട് പഴനിയാണ്ടവ ശ്രീ മുരുക, ഇത്രയും പടിയൊക്കെ കയറി 908 പടികളോളം ഉണ്ട് തോന്നുന്നു ഈ പഴനിമലയിൽ. ആ പഴനിമലയിൽ വന്ന് തൊഴാൻ സാധിച്ചില്ലെങ്കിലും ഇവിടെ നമ്മുടെ ഉണ്ണികൃഷ്ണന്റെ അടുത്ത് വന്നിട്ട് പഴനിയാണ്ടവ അങ്ങേ തൊഴുത് നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത തൂണിൻ്റെ അടുത്തായിട്ട് അവിടെ കംസവധം കാണാൻ സാധിക്കും. അതിനുശേഷം ഒരു തൂണ് വരുന്നത് ഗുരുവിൻ്റെയും വായുവിൻ്റെയും തൂണാണ് കേട്ടോ. ഈ ഗുരുവായൂരപ്പനെ ഇവിടെ പ്രതിഷ്ഠിച്ചത് ഗുരുവും വായുവും ചേർന്നിട്ടാണ്. ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനും അവരെ രണ്ടുപേരെയും ഓരോ തൂണിൽ സ്ഥാനം നൽകിയിട്ടുണ്ട് അത്രേ ഗുരുവായൂരപ്പൻ. അതിനുശേഷമാണ് നമുക്ക് ഹനുമാൻ സ്വാമിയുടെ തൂണ് കാണാൻ സാധിക്കുക. അവിടെയും നമുക്ക് മനോജവം മാരുതതുല്യ വേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ എന്ന് പറഞ്ഞുകൊണ്ട് തൊഴുത് ആ ട്രേയിൽ നിന്ന് മാത്രം കുങ്കുമം എടുത്ത് തൊടാം. അതിനുശേഷം രാധാകൃഷ്ണന്മാരെ കാണാൻ സാധിക്കും. രാധാസമേതനായ ശ്രീകൃഷ്ണ ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പൻ, അദ്ദേഹത്തിനോളം ഭംഗി വേറെ ആർക്കും ഉണ്ടാവില്ല അത്രേ. രാധാസമേതനായാൽ ആ ഗുരുവായൂരപ്പനെ ഇത്രയും ഭംഗിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക തന്നെയാണ് ആചാര്യന്മാർ പറയാറുള്ളത്. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകി സരസിജം കരുണാസമുദ്രം
രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശ മനിശം ഹൃദി ഭാവയാമി എന്ന് പറയാം. രാധാരമണ മുകുന്ദമുരാരി ശരണം മേ തവ ചരണയുഗം എന്ന് പറഞ്ഞുകൊണ്ട് ആ രാധാകൃഷ്ണന്മാരുടെ തുണിയിൽ തൊട്ട് തൊഴുതോളൂ. തൊട്ടടുത്തായിട്ട് കാളിയമർദ്ദന രൂപനായ ഉണ്ണികൃഷ്ണനെ കാണാൻ സാധിക്കും. സർവരോഗ വിനാശന, സർവപാപ വിനാശന, സർവ ദുഃഖ വിനാശന, സർവ സൗഖ്യപ്രദായക എന്ന് പറഞ്ഞുകൊണ്ട് കാളിയമർദ്ദന കൃഷ്ണനെ തൊഴുതോളൂ. അതിൻ്റെ അടുത്ത തുണിലാണ് വനഭോജന കൃഷ്ണനെ കാണാൻ സാധിക്കാം. വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ മാറ്റിത്തരണേന്നും അരിയും അന്നവും അല്ലെങ്കിൽ ആഹാരവും ആയുസ്സും ഒരുമിച്ചു മാത്രം ഒടുങ്ങണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി നേരെ ശ്രീലകത്തിന്റെ ചുമരിലേക്ക് നോക്കൂ. അവിടെ നമുക്ക് കാണാൻ സാധിക്കും കുട്ടിയെ തട്ടി നീക്കി പാൽ മുട്ടി മുട്ടി കുടിക്കുന്ന കുട്ടിയാം വേദാന്ത കട്ടയെ കുമ്പിടുന്നു എന്ന് പറഞ്ഞ് നമസ്കരിക്കാൻ പാകത്തിന് കുഞ്ഞു പൈക്കുട്ടീനെ കൈകൊണ്ട് ഇങ്ങനെ തള്ളി പിടിച്ചിട്ട് നിന്നുകൊണ്ട് ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ മുട്ടി മുട്ടി കുടിക്കുന്നുണ്ട്. എന്ത് പയ്യന്റെ പാലേ നേരിട്ട് കുടിക്കുകയാണ്. ആ ഉണ്ണികൃഷ്ണനെ നമുക്ക് കാണാൻ സാധിക്കും. ആ ഉണ്ണിയുടെ പാദത്തിൽ നമസ്കരിച്ചോളൂ. തൊട്ട് വലതുവശത്തായിട്ട് കുറച്ചങ്ങോട്ട് നീങ്ങിയാൽ നമുക്ക് താമരക്കണ്ണനെ കാണാൻ സാധിക്കും. താമരക്കണ്ണനെ തൊഴുത് നമസ്കരിച്ചോളൂ. താമരക്കണ്ണനോട് എന്താഗ്രഹം പറഞ്ഞാലും സാധിപ്പിച്ചു തരുന്നതാണ് അത്രയും പറയാറുള്ളത്. അതുകൊണ്ട് അത്രയും താമരക്കണ്ണന് ഇത്രയും ഡിമാൻഡ്. എന്താ ഇപ്പോൾ ആഗ്രഹം? നമുക്ക് വേറൊരാഗ്രഹവും ഇല്ല. നമുക്ക് നമ്മുടെ ഉണ്ണികൃഷ്ണനെ ഇതുപോലെ കണ്ണും മനസ്സും നിറഞ്ഞുകൊണ്ട് തൊഴാൻ സാധിക്കണം. അത്രേ ഉള്ളൂ, അത്രേ വേണ്ടൂ. ബാക്കിയെല്ലാം നമ്മുടെ ഉണ്ണി ചെയ്തോളുന്നേ. അങ്ങനെ ആ ഉണ്ണികൃഷ്ണനെ അതും പറഞ്ഞ് തൊഴുതുകൊണ്ട് പുറത്തേക്ക് കടക്കുന്ന സമയത്ത് നമ്മുടെ കൈയിൻ്റെ വലതുവശത്തൊരു തൂണ് കാണാം. നന്ദഗോപരുടെ അടുത്തേക്ക് വസുദേവര് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഉണ്ണികൃഷ്ണനെ കൊണ്ടുപോയി കിടത്തുന്ന ആ ഒരു രംഗമാണ് കേട്ടോ. നെഞ്ചോട് ചേർത്തിട്ടാട്ടോ അദ്ദേഹം പിടിച്ചിരിക്കണ. തലയിലും കൊട്ടയിലും ഒന്നുമല്ല, നെഞ്ചോട് ചേർത്ത് പിടിച്ച് അദ്ദേഹം കൊണ്ടുപോയി നന്ദഗോപഗൃഹത്തിലേക്ക് ഭഗവാനെ കിടത്തി അവിടെ നിന്ന് ഭഗവതി അമ്മ എടുക്കുന്ന ആ രൂപല്ലേ, ആ രംഗമാണ് അവിടെ കാണാൻ സാധിക്കുക. അച്ഛൻ്റെ ഉണ്ണിക്ക് നമസ്കാരം എന്ന് പറഞ്ഞ് വീണ്ടും പുറത്തേക്ക് കിടക്കാം. ചന്ദനപ്രസാദം വാങ്ങാം, ഭഗവാന്റെ തീർത്ഥം വാങ്ങാം. അതിനുശേഷം നമുക്ക് ഭഗവതി അമ്മയെ തൊഴാം. ഭഗവതി അമ്മയുടെ മുമ്പിൽ നമ്മൾ എന്താ പ്രാർത്ഥിക്കുക? നമസ്തേ അംബികേ ഭീഷ്ണം സുസന്താനയുതാം ശിവ ഭൂയാൽ പദരമേ ഭഗവാൻ കൃഷ്ണസ്തനുമോദരാം. ഭഗവാൻ ഉണ്ണികൃഷ്ണനെ ഞങ്ങൾക്ക് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൊഴുത് നമസ്കരിക്കാം. എന്നിട്ട് പ്രദക്ഷിണം വെക്കുന്ന സമയത്ത് നമുക്ക് മമ്മിയൂരപ്പനെ ധ്യാനിച്ചുകൊണ്ട് തൊഴുത് പ്രദക്ഷിണം വെച്ച് വീണ്ടും മഞ്ചാടി ചെമ്പിൻ്റെ അടുത്തേക്ക് വരാം. മഞ്ചാടി ചെമ്പിൽ നിന്ന് മഞ്ചാടി വാരിയിടാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വാരാട്ടോ. മുതിർന്നവർക്ക് വാരുമ്പോൾ കയ്യിനും കാലിനും ഒക്കെ ആവത് ഉണ്ടാവണേ, സ്വാധീനം ഉണ്ടാവണേ, വയ്യായികൾ മാറണേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്തോളൂ. എന്നിട്ട് നമുക്ക് അവിടെ പുഞ്ചിരി തൂക്കിയിരിക്കുന്ന ഒരു ഉണ്ണികൃഷ്ണന്റെ ഫോട്ടോ കാണാൻ സാധിക്കും. ഈ ഒരു മഞ്ചാടി ചെമ്പിന്റെ മുമ്പിലായിട്ട് മഞ്ചാടി കൃഷ്ണനെ കാണാൻ സാധിക്കും. ആ മഞ്ചാടി കൃഷ്ണനോട് എന്താ പറയണ്ടേന്നറിയോ? ത്വമേവ മാതാച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ. അങ്ങാണ് എൻ്റെ അച്ഛൻ, അമ്മ, വിദ്യ, അറിവ്, ജ്ഞാനം, സമ്പത്ത്, ഗുണങ്ങൾ എല്ലാം അങ്ങാണ്. അങ്ങല്ലാതെ എനിക്ക് വേറെ ആരും ആശ്രയമായിട്ടില്ല ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ ആ ഒരു പാദത്തിൽ അവിടെ നമസ്കരിച്ചോളൂ. അതിനുശേഷം വീണ്ടും പ്രദക്ഷിണമായിട്ട് പോകുമ്പോൾ ആ ഫ്ലൈ ഓവറിൻ്റെ താഴെയായിട്ട് ഒരു കുഞ്ഞുണ്ണികൃഷ്ണനെ കാണാം. ആ കുഞ്ഞുണ്ണികൃഷ്ണൻ ഉഷപൂജാ കൃഷ്ണനാണ്, പട്ടുകോണ് കൊടുത്ത കുഞ്ഞുണ്ണികൃഷ്ണൻ. ആ ഉണ്ണികൃഷ്ണന്റെ പാദത്തിൽ ഒന്ന് തൊട്ട് തൊഴുതതിന് ശേഷം കൂത്തമ്പലത്തിലേക്ക് നോക്കി തൊഴാം. കൂത്തമ്പലത്തിൽ എന്താ പ്രത്യേകത? അനേകം പ്രത്യേകതകളുണ്ട്. അവിടെ നമ്മുടെ വില്ലുമംഗലം സ്വാമിയാരെയും മാനവേദ രാജാവിനെയും കൃഷ്ണനാട്ടംകാര കഥയെയും ഉണ്ണികൃഷ്ണനെയും ഒക്കെ ആലോചിച്ചുകൊണ്ട് തൊഴുക. അവിടെയാണ് എല്ലാ ദിവസവും വേദപാരായണം നടക്കുന്നത്. ഹൈലി പോസിറ്റീവായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഈ കൂത്തമ്പലം. അവിടേക്ക് നോക്കി തൊഴുതു നമസ്കരിച്ചോളൂ. അതിനുശേഷം വീണ്ടും പ്രദക്ഷിണമായിട്ട് അയ്യപ്പസ്വാമിയെ തൊഴാം. അയ്യപ്പസ്വാമിക്ക് അനന്തകോടി നമസ്കാരം പറയാം. അമ്മയ്ക്ക് നമസ്കരിച്ച പോലെ തന്നെ ഉണ്ണിയായ അയ്യപ്പസ്വാമിക്കും നമസ്കരിക്കണം. ഇവിടെ ഉണ്ണി ഭാവത്തിൽ തന്നെയാവും അയ്യപ്പസ്വാമി, യാതൊരു സംശയവുമില്ല. അമ്മയുടെ അടുത്ത് നിൽക്കുമ്പോൾ കുട്ടിയായിട്ടല്ലേ വേണ്ടത്. അപ്പോൾ ഉണ്ണികൃഷ്ണന്റെ ഉണ്ണി അയ്യപ്പനെയും കൂടി തൊഴുത് നമസ്കരിച്ചോളൂ, പ്രദക്ഷിണം വെച്ചോളൂ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരാ രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമ എന്ന് ചൊല്ലിക്കോളൂ. അതിനുശേഷം വീണ്ടും പ്രദക്ഷിണമായി വന്നുകൊണ്ട് അവിടെ ഒരു ഭഗവാന്റെ മരത്തിലുള്ള രൂപം, അതായത്
വിശ്വരൂപം കൊത്തിവെച്ചിട്ടുണ്ട്. ആ വിശ്വരൂപത്തിനെ തൊഴുത് നമസ്കരിച്ചോളൂ. തൊട്ട് എന്ന് പറയാൻ പറ്റില്ല, തൊഴുത് നമസ്കരിച്ചോളൂ. അർജുനന് ഭഗവത്ഗീത ഉപദേശിക്കുന്ന സമയത്ത് വിശ്വരൂപം കാണിച്ചു കൊടുത്ത അതേ രൂപത്തിലാണ് ശില്പി അവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. അത് കണ്ട് തൊഴുത് നമസ്കരിച്ചതിന് ശേഷം വീണ്ടും പ്രദക്ഷിണമായി വന്ന് കിഴക്കേ ഗോപുരത്തിലൂടെ തന്നെ നമുക്ക് പുറത്തേക്ക് കടക്കാം. അപ്പോൾ ഈ ഒരു തൊഴൽ സെഷൻ എല്ലാവർക്കും ഇഷ്ടമായിണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുപോലെയൊക്കെ തൊഴാൻ ഇനിയും നിങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരുന്ന സമയത്ത് നിങ്ങൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഇന്നത്തെ ഈ വീഡിയോന്റെ താഴെയായിട്ട് കമൻ്റായിട്ട് അറിയിച്ചോളൂ. നാളെ കൂടുതൽ ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ, കഥകൾ എല്ലാമായി വരാമെന്ന് വിചാരിക്കുന്നു. സർവരോഗ വിനാശന, സർവപാപ വിനാശന, സർവദുഃഖ വിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ.